ഗാസയിലെ പലസ്തീനികൾക്കെതിരായ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ തങ്ങളുടെ പിന്തുണ പിൻവലിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ടുകൾ. ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന് ട്രംപിൻ്റെ പ്രതിനിധികൾ ഇസ്രയേലിനെ അറിയിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ ഗാസക്കെതിരായ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധം അടക്കമുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇസ്രയേലിനെ അറിയിച്ചിരുന്നു. ഗാസയിലെ സൈനിക നടപടി അവസാനിപ്പിച്ച് അവിടേക്ക് കൂടുതൽ സഹായങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഇസ്രയേലിന് കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നാണ് ലോകരാജ്യങ്ങളും വ്യക്തമാക്കിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നീ നേതാക്കൾ സംയുക്തമായി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇസ്രയേലിനോടുള്ള തങ്ങളുടെ നയം അവർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെ ഗാസയിൽ സൈനിക നടപടികൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗിഡിയോൺ ചാരിയോട്സ് എന്ന പേരിൽ പുതിയൊരു ഓപ്പറേഷനും ഇസ്രായേൽ സൈന്യം ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ലോകരാജ്യങ്ങളുടെ സംയുക്തമായ മുന്നറിയിപ്പ് വന്നത്. എന്നാൽ ലോകരാജ്യങ്ങളുടെ ഈ പ്രസ്താവന പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന് ലഭിച്ച വലിയ സമ്മാനമായിരിക്കുമെന്ന് പ്രതികരിച്ചുകൊണ്ട് നെതന്യാഹു ഈ മുന്നറിയിപ്പിനെ തള്ളിക്കളയുകയാണ്. ഹമാസ് ആയുധം താഴെവച്ചാൽ നാളെ യുദ്ധം അവസാനിപ്പിക്കാമെന്നും നെതന്യാഹു പറയുന്നു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 87 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 290 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 53,500 പേർ കൊല്ലപ്പെടുകയും 1,21,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. അടിയന്തര സഹായം വച്ചില്ലെങ്കിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കുമെന്നാണ് UN മുന്നറിയിപ്പ് നൽകുന്നത്. യുദ്ധവും തീവ്രവാദവും എല്ലാം മാറ്റിവെച്ച് അടിയന്തരമായി ആ കുഞ്ഞുങ്ങൾക്ക് സഹായം എത്തിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്. അതിന് ഇസ്രായേൽ സൈന്യമോ ബെഞ്ചമിൻ നെതന്യാഹുവോ തടസ്സം നിന്നാൽ അവർക്കെതിരെ ഒറ്റക്കെട്ടായി തന്നെ ലോകരാജ്യങ്ങൾ എല്ലാം നിലകൊള്ളണം. അറിഞ്ഞുകൊണ്ട് 14,000 കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുക എന്നത് ഒരിക്കലും ലോകം മറക്കാത്ത ഒരു കൊടും ക്രൂരത തന്നെയായിരിക്കും.